വരുന്ന ഏപ്രിൽ മാസത്തിലാണ് പശ്ചിമ ബംഗാൾ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2011 മുതൽ ബംഗാളിൽ അധികാരത്തിലിരിക്കുന്ന മമതാ ബാനർജിയെ പുറത്താക്കിക്കൊണ്ട് BJPക്ക് അധികാരം പിടിച്ചെടുക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് പശ്ചിമ ബംഗാൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. കഴിഞ്ഞ 34 വർഷം 1977 മുതലുള്ള 34 വർഷം ഇടതുപക്ഷ മുന്നണി ഭരിച്ചിരുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അതിനുശേഷം 2011 മുതൽ മമതയാണ് ബംഗാൾ ഭരിക്കുന്നത്. ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ ഒരു തിരിച്ചടി, ആ തിരിച്ചടിയുടെ പ്രയോജനം ലഭിച്ചത് മമതയ്ക്കായിരുന്നു. കാരണം മമതയാണ് ഇടതുപക്ഷ വോട്ട് ബാങ്കിനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയത്. പക്ഷെ ഇന്ന് ഇടതുപക്ഷത്തിന്റെ ആ ക്ഷീണത്തിൽ നിന്ന് മുതലെടുക്കുന്നത് BJP ആണ്. കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിൽ BJP പശ്ചിമ ബംഗാളിലെ ഏറ്റവും വലിയ ശക്തിയായിട്ട്, മമതയ്ക്ക് തൊട്ടുപുറകിലുള്ള ശക്തിയായിട്ട് മാറിക്കൊണ്ടിരുന്നു. 2019 42 ലോക്സഭാ സീറ്റുകളിൽ 18 സീറ്റ് നേടാൻ BJP കഴിഞ്ഞു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും 77 സീറ്റാണ് BJP പശ്ചിമ ബംഗാൾ നിയമസഭയിൽ നേടിയത്. അതിനു തൊട്ടു മുമ്പ് അവർക്ക് 3 സീറ്റ് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ എന്ന് ഓർക്കണം. അങ്ങനെ നോക്കുന്ന സമയത്ത് മമതയെ താഴെയിറക്കാനുള്ള എല്ലാ ശ്രമങ്ങളും BJP നടത്തുന്നു. ഏതാണ്ട് 40-41% വരെ വോട്ട് 2019 BJPക്ക് നേടാൻ കഴിഞ്ഞു. അതിപ്പോഴും 38-നടുത്ത് BJPക്ക് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതു വിധേനയും മമതാ ബാനർജിയെ താഴെ ഇറക്കാനുള്ള ശ്രമങ്ങളാണ് BJP നടത്തുന്നത്. മമതയുടെ പശ്ചിമ ബംഗാൾ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും അടിച്ചമർത്തൽ ഭരണത്തിനെതിരായിട്ട് ഉയർന്നു വന്നൊരു പ്രതിഷേധമായിരുന്നു മമതാ ബാനർജി. കോൺഗ്രസിന് പശ്ചിമ ബംഗാളിലെ CPM ഭരണത്തെ ശക്തിയായി എതിർക്കാൻ കഴിയില്ല, തുറന്ന് എതിർക്കാൻ കഴിയില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് മമത കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കിയത്. അന്ന് BJPയുടെ പിന്തുണ മമതയ്ക്കുണ്ടായിരുന്നു. വാജ്പേയി മന്ത്രിസഭയിൽ, കേന്ദ്ര മന്ത്രിസഭയിൽ മമത മന്ത്രിയായിരുന്നു എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ പിന്നീട് മമതാ ബാനർജി ചെയ്തത് എന്താണോ ഇടതുപക്ഷം ചെയ്തത് അത് തന്നെ ആവർത്തിക്കുകയായിരുന്നു. കാരണം ഇടതുപക്ഷത്തിന് വലിയൊരു ശക്തി എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലെ ന്യൂനപക്ഷമായിരുന്നു, പ്രത്യേകിച്ച് നുഴഞ്ഞുകയറ്റക്കാരായ വോട്ടർമാർ. കാരണം ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ കിടക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. നിരവധി ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികൾ അവർ പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടികയിൽ കയറിയിട്ടുണ്ട്. അത് മമതാ ബാനർജിയുടെ ഒരു ശക്തി ആണ്. മുസ്ലിം വോട്ടർമാർ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ ഒരു രാഷ്ട്രീയമാണ് മമത ബംഗാളിൽ അനുവർത്തിച്ചത്. മറുഭാഗത്ത് അവർക്കൊരു ബംഗാളി അസ്മിത നിലനിർത്താൻ പറ്റി. BJP പുറത്തുള്ള പാർട്ടിയാണ്, വടക്കേ ഇന്ത്യൻ പാർട്ടിയാണെന്നൊരു പ്രചരണമാണ് മമതാ ബാനർജി നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് പശ്ചിമ ബംഗാളിൽ ഏതാണ്ട് എല്ലാ മേഖലകളിലും, നോർത്ത് ബംഗാൾ മാത്രമല്ല മറ്റെല്ലാ മേഖലകളിലും BJP വളരെ ശക്തിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ബംഗാളിലെ ഇടതുപക്ഷത്തിന്റെ അടിച്ചമർത്തൽ ഭരണം അല്ലെങ്കിൽ അഴിമതി നിറഞ്ഞ ഭരണം അവർക്ക് യാതൊരു പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ആ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വികാരമാണ് മമതയ്ക്ക് അനുകൂലമായി വന്നത്. നമുക്ക് നേരത്തെ അറിയാം, 2001 മുതൽ ഏതാണ്ട് 10 വർഷം ബുദ്ധദേവ് ഭട്ടാചാര്യയാണ് CPMനെ നയിച്ചത്. ആ സമയത്തുണ്ടായിരുന്ന ജനകീയ പ്രക്ഷോഭങ്ങളാണ് യഥാർത്ഥത്തിൽ CPMന്റെ പതനത്തിന് വഴിതെളിച്ചത്. കാരണം ഇന്ന് CPM എന്ന് പറയുന്നത് പശ്ചിമ ബംഗാൾ നിയമസഭയിൽ 294 അംഗ പശ്ചിമ ബംഗാൾ നിയമസഭയിൽ അവർക്ക് ഒരംഗം പോലുമില്ല. അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഏതാണ്ട് 6% താഴെയായിട്ട് മാറിയിരിക്കുന്നു. അത്രയും CPMനെ തകർച്ചയിലേക്ക് നയിച്ചതിന്റെ തുടക്കം എന്ന് പറയുന്നത് സിംഗൂരിലെയും നന്ദിഗ്രാമിലൊക്കെ ജനകീയ പ്രക്ഷോഭങ്ങളായിരുന്നു. ഇപ്പൊ സിംഗൂരിൽ ടാറ്റയുടെ ഫാക്ടറിക്ക് വേണ്ടിയിട്ട് ആളുകളെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചു. നന്ദിഗ്രാമിൽ അവർ ചെയ്തത് പ്രത്യേക സ്പെഷ്യൽ എക്കണോമിക് സോൺ, അതിന് ശ്രമിച്ചു. അപ്പൊ ഇതൊക്കെ ജനങ്ങളിൽ നിന്ന് അവരെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. ഇത് വളരെ വിദഗ്ധമായിട്ട് മമതാ ബാനർജി മുതലാക്കി അവരൊരു തെരുവിൽ ഫൈറ്റ് ചെയ്തിട്ടാണ് CPMനെതിരെ വളർന്നു വന്നത്. പക്ഷെ പിന്നീട് മമത ചെയ്തത് ഏറ്റവും വലിയ അഴിമതിക്കാരിയായിട്ട് മമത മാറുകയായിരുന്നു. മമതയുടെ ഭരണകാലത്താണ് പശ്ചിമ ബംഗാൾ ഏറ്റവും വലിയ അഴിമതിയുടെ കഥ നമുക്ക് പുറത്തു വരുന്നത്. നിരവധി അഴിമതി കഥകൾ, ശാരദ ഗ്രൂപ്പ് ചിട്ടി, അതൊക്കെ കോടികളുടെ തട്ടിപ്പാണ്. അതേപോലെ തന്നെ റോസ് വാലി ഫൈനാൻഷ്യൽ തട്ടിപ്പുകൾ നടന്നു. അതുപോലെ തന്നെ നാരദ ചിറ്റ് ഫണ്ട്, അങ്ങനെ വലിയ തട്ടിപ്പ് നടന്നു. കോൾ സ്കാം നടന്നു. അതുപോലെ തന്നെ കാറ്റിൽ സ്കാം നടന്നു. 2022 പശ്ചിമ ബംഗാൾ SSC സെലക്ഷൻ അഴിമതി നടന്നു. അങ്ങനെ നിരവധി അഴിമതികൾ. അതേപോലെ തന്നെ ഈ അടുത്ത കാലത്ത് നടന്ന വയലന്റ് ആയിട്ടുള്ള ചില, ഉദാഹരണത്തിന് RG-കാർ ആശുപത്രിയിലെ വിദ്യാർത്ഥിയെ, മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥിയെ മാനഭംഗം ചെയ്യുന്നു. അതിന് നേതൃത്വം കൊടുത്തത് തൃണമൂൽ കോൺഗ്രസ്സുകാരാണ്. അങ്ങനെ തൃണമൂൽ കോൺഗ്രസ്സുകാർ
എല്ലാവിധത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുകയും പശ്ചിമ ബംഗാൾ സർക്കാർ അതിന് പിന്തുണ നൽകുകയും ചെയ്യാം. ഇപ്പൊ ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് കൽക്കട്ടയിലെ അവരുടെ ഐപാക് എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന സംഘടന, ആ സംഘടന 20 കോടിയിലധികം രൂപയുടെ കള്ളപ്പണ ഇടപാടുകളാണ് നടത്തിയത്. അത് അന്വേഷിക്കാനാണ് ED സംഘം കോടതിയുടെ അനുമതിയോടുകൂടി അവിടെ റെയ്ഡ് ചെയ്യുന്നത്. ആ റെയ്ഡ് ചെയ്യുന്ന സമയത്ത് തന്നെ തൊട്ടടുത്ത് നിന്ന് മമതാ ബാനർജി, മുഖ്യമന്ത്രി മമതാ ബാനർജി, ചീഫ് സെക്രട്ടറി, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, അതുപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷൻ, ഇവരുടെ നേതൃത്വത്തിൽ വലിയൊരു പോലീസ് സംഘം വന്നിട്ട് മമതാ ബാനർജി നേരിട്ട് ഈ ED സംഘത്തിനടുത്ത് നിന്ന് രേഖകളൊക്കെ പിടിച്ചു വാങ്ങുകയാണ്. അതായത് ഏതൊരു രേഖകളാണോ ED റെയ്ഡ് ചെയ്തെടുത്തത്, ആ രേഖകളൊക്കെ മമതാ ബാനർജി മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു കേന്ദ്ര അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ നിന്ന് രേഖകളൊക്കെ പിടിച്ചു വാങ്ങുകയാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു തെരുവ് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലാ ഭരണഘടനാ വ്യവസ്ഥകളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു മത്സരമാണ് നടക്കുന്നത്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ BJPക്ക് മമതയെ തോൽപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് മുഖ്യമായ പ്രശ്നം. BJPക്ക് എന്തുകൊണ്ട് ഇതുവരെ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം BJP പൂർണ്ണമായിട്ടും അത്രയൊരു സംഘടിത ശക്തിയായിട്ട് മാറിയിട്ടില്ല. CPMന്റെ തകർച്ചയിൽ നിന്നാണ് BJP ഇപ്പോഴും ശക്തി അവലംബിച്ചിരിക്കുന്നത്. പക്ഷേ പല നേതാക്കന്മാർ മാറി മാറി, നേരത്തെ ദിലീപ് ഘോഷിന്റെ നേതൃത്വത്തിലായിരുന്നു, ഇപ്പോൾ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലാണ് BJP ഉള്ളത്. അമിത്ഷാ വന്ന് മുൻ സംസ്ഥാന പ്രസിഡന്റുമാരൊക്കെ ഉൾപ്പെടുന്ന ഒരു കോർ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. BJPക്ക് സംഘടനാപരമായ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് RSSന്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടി ഇത്തവണ പശ്ചിമ ബംഗാൾ പിടിച്ചെടുക്കാനാണ് BJP ശ്രമിക്കുന്നത്. പക്ഷേ പല സർവേകളും പറയുന്നത് BJPക്ക് 120 സീറ്റ് വരെ മാത്രമേ കിട്ടൂ, 294 അംഗ സഭയിൽ എന്ന് ചില സർവേകളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയും, ബംഗാൾ പിടിച്ചെടുക്കാൻ കഴിയും എന്നതിനാണ് അവരുടെ വിശ്വാസം. പല രാഷ്ട്രീയമായ എതിരാളികളും അല്ലെങ്കിൽ പണ്ഡിതരൊക്കെ പറയുന്നത് BJPക്ക് വലിയൊരു സംഘടനാ ശക്തി ഇല്ല. അതായത് പൂർണ്ണമായിട്ടും മമതാ ബാനർജിക്കെതിരായിട്ടുള്ള ഒരു വികാരത്തെ, കാരണം മമതാ ബാനർജിക്കെതിരായിട്ട് ശക്തമായ വികാരമുണ്ട്. അഴിമതി, സ്വജനപക്ഷപാതം, അതേപോലെ തന്നെ ന്യൂനപക്ഷ പ്രീണനം, അതേപോലെ തന്നെ ബംഗ്ലാദേശി നുഴഞ്ഞേറ്റക്കാരെ അവരെ സംരക്ഷിക്കൽ, അതേപോലെ തന്നെ SIR, അതായത് തെരഞ്ഞെടുപ്പ് പരിഷ്കരണ പ്രക്രിയ, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ വരുന്ന ഉദ്യോഗസ്ഥന്മാരെ തടയുക, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും മമത നടത്തിയിട്ടും മമതയെ പൂർണ്ണമായിട്ടും എക്സ്പോസ് ചെയ്യാൻ BJPക്ക് കഴിയാത്തത് അവർക്ക് സംഘടനാപരമായ ദൗർബല്യമുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊരു ശരിയാണെങ്കിൽ പോലും മറിച്ചൊരു ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ 1977 ആദ്യമായിട്ട് CPM അധികാരത്തിലേറുന്നത്. അതിനു മുമ്പ് CPM വലിയ കക്ഷിയായിരുന്നു, 67 CPM വലിയ കക്ഷിയായിരുന്നു. പിന്നീട് ബംഗ്ലാ കോൺഗ്രസ് ആണ് അധികാരത്തിൽ വന്നത്. അങ്ങനെയുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ശേഷം 1977 CPM ഒരു 34 വർഷത്തെ ഭരണാധികാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 1977 CPM അധികാരത്തിൽ വരുന്ന സമയത്തും അവർക്ക് അത്ര വലിയ സംഘടനാ ശക്തി ഇല്ലായിരുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതേപോലെ തന്നെ 2011 CPMനെ തകർത്തുകൊണ്ട് മമത അധികാരത്തിലേറുന്ന സമയത്തും മമതയ്ക്ക് അത്ര വലിയൊരു സംഘടനാ ശക്തി ഉണ്ടായിരുന്നില്ല. അപ്പം സംഘടനാ ശക്തിയേക്കാൾ ഉപരിയായിട്ട് ജനങ്ങളുടെ ഒരു വികാരം തങ്ങൾക്ക് അനുകൂലമാക്കി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ BJPക്ക് ജയിക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ ഒരുപക്ഷെ വലിയ തലയെടുപ്പുള്ള നേതാക്കൾ, ഇപ്പൊ സുവേന്ദു അധികാരി ആണെങ്കിലും ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് സമീക് ഭട്ടാചാര്യ ആണെങ്കിലും ദിലീപ് ഘോഷ് ആണെങ്കിലും അത്രമാത്രം മമതയെ വെല്ലാൻ പറ്റിയ നേതാക്കളാണോ എന്നൊരു സംശയം പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ മോഡി വേഴ്സസ് മമത, അല്ലെങ്കിൽ മമത വേഴ്സസ് മോഡി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സമയത്ത് മമതാ ബാനർജിയെ അട്ടിമറിക്കാൻ BJPക്ക് കഴിയും എന്ന പ്രതീക്ഷയാണ് പലരും വെച്ചു പുലർത്തുന്നത്. ഏതായാലും വരുന്ന മാസങ്ങൾ വളരെ ക്രൂഷ്യലാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ സ്ഥിതിഗതിയിൽ തന്നെ വലിയ മാറ്റം വരുത്താൻ പോകുന്ന ഒരു സ്ഥിതിയാണ്. കാരണം ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഒരു നേതാവാണ് മമതാ ബാനർജി. കാരണം 15 വർഷത്തോളമായിട്ട് അവർ അധികാരത്തിലിരിക്കുന്നു, 14 വർഷത്തിലധികമായി അവർ അധികാരത്തിലിരിക്കുന്നു. അങ്ങനെ 2 ടേം കഴിഞ്ഞ് ഇത് 3ാമത്തെ ടേം അവർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മമതാ ബാനർജിയുടെ തട്ടകം പൊളിക്കുകയാണെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം, കാരണം ഇപ്പൊ നടക്കുന്ന പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അസം, കേരളം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, അതിൽ തമിഴ്നാട്ടിലും കേരളത്തിലും BJPക്ക് വലിയ റോളുകളില്ല. അസം BJP ആണ് ഭരിക്കുന്നത്, അവർക്കത് നിലനിർത്താൻ പറ്റും. ബംഗാൾ പിടിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് BJPയുടെ ഏറ്റവും വലിയൊരു ടാർഗറ്റ്. അപ്പം ഇന്ത്യ കാണുന്ന രാഷ്ട്രീയ മാറ്റം, ആ മാറ്റം കുറച്ചുകൂടി ശക്തമാവാൻ പോകുന്നത് ബംഗാൾ രാഷ്ട്രീയത്തിലൂടെയായിരിക്കും. മമതാ ബാനർജിയെ ഇന്നല്ലെങ്കിൽ നാളെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് BJPക്ക് ഉറച്ച വിശ്വാസമുണ്ട്. പക്ഷെ അത് ഈ 2026 ഏപ്രിലെ തന്നെ തെരഞ്ഞെടുപ്പിൽ അത് കഴിയുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് നമ്മുടെ മുമ്പിലുള്ളത്.